ഒരു ഗത്യന്തരവും ഇല്ലാതെ വന്നപ്പോ ഞങ്ങള് വീടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡില് ഭാസ്കരൻ എന്നൊരാൾക്ക് വിറ്റു. എന്നിട്ട് ഭാസ്കരൻ പറഞ്ഞതനുസരിച്ച് രാധമ്മയൊക്കെ കടുപ്പോ അവളുടെ മരുമോള് കൃതിക. അവളുടെ കുണിങ്ങുള്ള നടത്ത കാണുമ്പോഴേ എന്റെ പെരുവരൽ മുതൽ ഉച്ചവരെ എനിക്ക് ഉഷ്ണസഞ്ചാരം വരും. ഈ പ്രഷറോ മറ്റോ സൂക്ഷിക്കണേ. പ്രശ്നം ഷുഗറും ഒന്നുമല്ല, അരിശം. ഓ അവളോടുള്ള അടങ്ങാത്ത അരിശം. കണ്ട, സീരിയസ് ആയിട്ട് പറയുകയാണ്. പതുക്കെ പിടിച്ച് രുക്മിണി മുകളിലോട്ട് കയറണം. ഇലക്ഷനാ വരാൻ പോണത്. ആ പ്രതാപവർമ്മയും മകളെയും ഒരു പാഠം പഠിപ്പിക്കണം. അവരെ വട്ടത്തില് കറക്കിയിട്ട് ഇക്ഷാ പാടിക്കണം. അവളെ അമ്മയും മകളെയും ഉടങ്കലി വേണുവിനെയും രാധമ്മയും ഒക്കെ ഒരു പാഠം പഠിപ്പിക്കണം. എന്റെ മരുമോളെ എന്തിനാ വിട്ടുകളഞ്ഞത്? അവളെയും പഠിപ്പിക്കണം. അവളെ വിടരുത്. പ്രിയല്ല, ഡാർലിംഗ്, വിടരുതൊന്നിനെയും. രുക്മിണിയോടൊപ്പം ഞാനും ഉണ്ട്, എല്ലാവിധ സഹായത്തിനും. ഞാനായിട്ട് അവരെ വീട്ടിൽ വന്ന് താമസിക്കുന്നതേ അവരെ പഠിച്ച് ജീവിക്കാനൊന്നുമല്ല, അവർക്കിട്ട് നല്ല പണി കൊടുക്കാൻ. അതെനിക്കറിയാം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, സ്വീറ്റ്സ് ഒക്കെ പൊതിഞ്ഞെടുക്ക്. ഓ, ഇതൊന്നും ഞാൻ അധികം കഴിക്കാറില്ല. ഞാനിപ്പോ അറബി നാട്ടിൽ ജീവിച്ചതിന് ശേഷം അറബി ഭക്ഷണോ ഇഷ്ടം. ഓ, കശുവണ്ടി, ബദാം, അത്തിപ്പഴം, ഉണക്കമുന്തിരി, വാൽനട്ട്, ഡേയ്സ്, അങ്ങനെ എല്ലാം. മതി താനീ ഗൾഫുകാരിയായി. അല്ല, ഗൾഫിൽ എന്റെ പേരെന്താണെന്നറിയാമോ? അമീൻ അൽ മൻസൂരി. അമോണിയം സൾഫേറ്റോ? അമീൻ. ഓ, അമ്മിണിയുടെ ചുരുക്ക പേരാ അമീൻ. ഓ, അതെ, ഞാനൊരു കാര്യം രുക്മിണിയോട് ചോദിച്ചാൽ രുക്മിണി സത്യം പറയൂ? ഈ ശ്രീലക്ഷ്മി കുരുപ്പയുടെ ശാപസന്ധേതിയെ ഇല്ലാതാക്കിയത് രുക്മിണിയാണോ? പറ കൊച്ചു കള്ളി, പറ രുക്മിണി. അമ്മയ്ക്കൊരു കോള്. ആരാ മോളെ? ആനന്ദം പിള്ളയോ? ഓയോ മോളെ, അവനെവിടെ പോയി നിന്റെ ഭർത്താവ് സുധീഷ്? സുധീഷ് അല്ല, ഹരീഷ്. ഓ, അതെന്തോ ആവട്ടെ, അവൻ എവിടെ പോയി? പുറത്തു പോയതാ. അനന്തം പിള്ള, ആ മലവിഴുങ്ങിയല്ലേ? യോ, അയാളെന്തിനാ എവിടെ വിളിക്കുന്നത്? കളക്ടർ കാണുന്നില്ലല്ലോ ഇവിടെ. അദ്ദേഹം ഒത്തിരി തിരക്കുള്ള ആളല്ലേ, വരും. ഞാൻ താമസിച്ചോ? ഏയ് ഇല്ല. കളക്ടറുടെ മുമ്പിലേ തകർത്തങ്ങ് അഭിനയിച്ചോ. കരഞ്ഞ് ബോധം കെട്ട് വീണോ? ഓക്കെ അല്ലേ? സാറായിരുന്നോ? നമസ്കാരം. സാറിനെ കളക്ടർ മേഡത്തെ ഒന്ന് കാണണമെന്ന്. സാറിന് മാത്രം കണ്ടാ മതിയോ? സാറിന് മാത്രമല്ല, ഇവർ കൂടി കാണണമെന്നുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യണേ. മാഡം, വരൂ. മാഡം, ആനന്ദപിള്ള സാറും മറ്റുള്ളവരും കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ഓക്കെ മാഡം. മാഡം അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ഓ, എന്നാലേ താൻ ടൗണിൽ ഇറങ്ങി ഒരു 100 പേരെ കൂടെ വിളിച്ചോ. അവിടെ നിൽക്കണോ? നിങ്ങൾ വാ. നമസ്കാരം മാഡം. നമസ്കാരം, വരൂ. വന്നാട്ടെ.
വാ. ഓരോ പരാതികളുമായി കേറി ഇറങ്ങണ്ടെന്ന് ശപഥം ചെയ്താലും പ്രശ്നങ്ങൾ വരും. ഇത് പഞ്ചപാവങ്ങളും നിരപരാധികളും ആയതുകൊണ്ട് ഇവരുടെ പ്രശ്നം മാഡത്തിന്റെ മുന്നിൽ പറയാതിരിക്കാനും വയ്യ. അതാ ഞാന് ഇവരെയും കൂട്ടി വന്നത്. സർ ഇരിക്കൂ. ഓഹോ, താങ്ക് യു. എന്താ ഇവരുടെ പ്രശ്നം? മോനെ ഹരീഷേ, ആ പരാതി മാഡത്തിന് കൊടുക്ക. മാഡം, ഞാൻ ഇവരൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് രുക്മിണി, ഇത് ഹരീഷ്, ഇത് ഹരീഷിന്റെ ഭാര്യ ശ്രീലക്ഷ്മി. ഞാൻ ഈ പെറ്റീഷൻ ഒന്ന് വായിക്കട്ടെ. ഓ യെസ്. ഭീഷണിപ്പെടുത്തി വസ്തുവും വീടും തട്ടിയെടുത്തുന്നു. അതെ മാഡം, വളരെ കഷ്ടപ്പെട്ട് ഞാനും എന്റെ മോളും താമസിക്കാൻ വേണ്ടി സമ്പാദിച്ചതാ. അതാ വർമ്മ സാറ് റൗഡിത്തരം കാണിച്ച് തട്ടിയെടുത്തത്. ഈ വീടും പറമ്പും ഒക്കെ അങ്ങനെ തട്ടിയെടുക്കാൻ പറ്റുമോ? ഇതിന് ആധാരം വേണ്ടേ? രജിസ്ട്രേഷൻ നടക്കണ്ടേ? മാഡം, ഈ വർമ്മ സാറിന്റെ മരുമോനും കുടുംബവും ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു. 10-20 കൊല്ലമായിട്ട് അവരവിടെയായിരുന്നു താമസം. വർമ്മ സാറിന്റെ മരുമകൻ രാജുവിന്റെ പെങ്ങളാ ഞാൻ. ഞങ്ങൾ വാടക വീട് ഒഴിയണമെന്ന് 1000 വട്ടം അവരോട് പറഞ്ഞതാ. ഒരു ഗത്യന്തരവും ഇല്ലാതെ വന്നപ്പോ ഞങ്ങൾ വീടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡില് ഭാസ്കരൻ എന്നൊരാൾക്ക് വിറ്റു. എന്നിട്ട് ഭാസ്കരൻ പറഞ്ഞതനുസരിച്ച് ഇദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവായിരുന്ന ഒരാളല്ലേ? ഒരു മന്ത്രിയായിരുന്ന ആളല്ലേ? മന്ത്രിയോ? അയാളൊരു മാടമ്പിയാണ് മാഡം. അടിയാന്മാരെ തെങ്ങേ പിടിച്ച് കെട്ടിയിട്ട് ഉടയാന്മാർ തല്ലി തല്ലി പൊട്ടിച്ചിരിക്കുന്ന 18ാം നൂറ്റാണ്ടിലെ ഇരുണ്ട കാലഘട്ടമില്ലേ, ആ കാലഘട്ടത്തിലെ ഒരു ജമ്മിയുടെ അനന്തരാവകാശിയാണ് ഈ പ്രതാപവർമ്മ. അവനെയൊക്കെയാണ് ജനങ്ങൾ വാഴ്ത്തുന്നതും പൂജിക്കുന്നതും. പാവങ്ങളോട് ഇങ്ങനെയുള്ള അതിക്രമം കാണിക്കാമോ മാഡം? എന്റെ മോൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ. ആ കുടുംബത്തിൽ നീ പാവപ്പെട്ട കുഞ്ഞിനെ, ആ കുടുംബത്തെ ആകെപ്പാടെ മനുഷ്യപ്പറ്റുള്ള ഒരേ ഒരു സന്തതി ഇവള് മാത്രം. ഈ കുഞ്ഞു ഗർഭിണിയായി. വളകാപ്പെന്ന് ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചൊരു ഫംഗ്ഷനും അവര് നടത്തി. അന്നീ വർമ്മ സാറും ഉണ്ടായിരുന്നു.